എനിക്ക് വിശ്വാസം വരുന്നില്ല പിയാർ. 20 വർഷം കഴിഞ്ഞിട്ട് നിനക്കൊരു മകനായി. അങ്ങനെ ഒരു മകനുള്ള കാര്യം പോലും ഞാൻ മറന്നു. ഈ രീതിയിലൊരു കണ്ടുമുട്ടൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വിശുദ്ധ ബൈബിള് പറയുന്നു, വഴിതെറ്റിപ്പോയ ആടുകളെല്ലാം അവസാനം ഇടയന്റെ അരികിൽ തന്നെ എത്തിച്ചേരുമെന്ന്. മകനെ, ക്രാന്തി കുഞ്ഞായിരിക്കുമ്പോൾ നിന്റെ ഭാര്യ അസുഖമായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന പള്ളുരുത്തി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. എത്ര ചികിത്സിച്ചിട്ടൊന്നും അവളുടെ രോഗം ഭേദമാക്കാൻ കഴിഞ്ഞില്ല. മാനസിക വ്യഥയാൽ അവൾ ക്ഷീണിച്ച് എന്റെ പ്രേമാലയത്തിൽ വെച്ച് അവൾ മരണമടഞ്ഞു. മരിക്കുന്നതിന് മുൻപ് ക്രാന്തിയെയും ഈ ഫോട്ടോയും എന്റെ കയ്യിലേൽപ്പിച്ചു. അവന്റെ അച്ഛനെ കുറിച്ച് ക്രാന്തിയോടൊന്നും പറയില്ലെന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അന്ന് തുടങ്ങി ക്രാന്തി പ്രേമാലയത്തിലാണ് വളർന്നത്. എന്നാൽ ക്രാന്തി താൻ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റുള്ളവർ അനുഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമയാണവൻ. തന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരൻ തന്റെ അച്ഛനാണെന്ന വികാരമാണ് അന്ന് അങ്ങനെ അവൻ നിന്നോട് പെരുമാറാൻ കാരണമായത്. ഇന്ന് അവന്റെ അമ്മയുടെ പിറന്നാളാണ്. അവനിപ്പോൾ ആ കല്ലറയ്ക്ക് സമീപത്തുണ്ടാവും. വേണ്ട, മരിച്ചുപോയ എന്റെ അമ്മ സമാധാനമായിട്ട് ഉറങ്ങുക. ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതല്ലേ? ഈ കാലത്തിനിടയിൽ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ എന്നെ കുറിച്ചോ എന്റെ അമ്മയെ കുറിച്ചോ ആലോചിച്ചിട്ടുണ്ടോ? അവൾ എന്റെ കൂടെ ഒന്നും വന്നില്ല. നിർത്ത്! അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. മോനെ, പശ്ചാത്താപത്തോടെയാണ് ഇവൻ നിൽക്കുന്നത്. ഇല്ല ഫാദർ, ഈ മുതലക്കണ്ണീരൊന്നും ഞാൻ വിശ്വസിക്കില്ല. അന്ന് ദാസിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ കൊല്ലാനായി ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചതാ. എന്നാൽ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് കൊന്നുകൊടുത്തേനെ. പോ, ഇവിടുന്ന് പോ. എന്റെ അറിവിൽ PR-ന് ഒരു ഭാര്യയില്ല. പിന്നെങ്ങനെ ക്രാന്തി അയാളുടെ മകനാകും? ഇനി അതല്ല, അവനെ വെച്ച് എന്നെ തീർക്കാൻ PR ഡ്രാമ കളിക്കാണോ? എന്റെ അച്ഛനെ കൊല്ലാൻ പറഞ്ഞോടാ എന്ന് പറഞ്ഞ് അവൻ എന്നെ തട്ടുവോ? ഈ പോക്ക് ഇതെവിടെ ചെന്ന് അവസാനിക്കും? എനിക്ക് തലവേദന എടുക്കുന്നു. തലവേദന മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് കിട്ടിയതിന്റെ വേദന മാറിയിട്ടില്ല. ദാസണ്ണ, ഈശാനുകോണിൽ വെയിറ്റ് കൂടി. ഈശാനുകോണിലോ ആരാടാ നിനക്ക് കൈവശം തന്നത്? ഈശാനുകോണിൽ വെയിറ്റ് കൂടിയത് കൊണ്ടാണോടാ അവൻ PR-ന്റെ മകനായത്? അപ്പൊ വായുകോണിൽ വെയിറ്റ് കൂടിയ നീ എന്റെ മകനാകൂടാ? വരുന്നു അഗ്നികോൺ. ബോസേ, ബോസിന്റെ അമ്മ മരിച്ചറിഞ്ഞ് എനിക്ക് സങ്കടമുണ്ട്. എന്റെ അമ്മ മരിച്ചിട്ട് 15 കൊല്ലമായി. ദാസേ, ഇപ്പൊ നീ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. എത്ര അഡ്വാൻസ് വാങ്ങിച്ചാലും സ്വന്തം അച്ഛനെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് അതിന്റെ അഡ്വാൻസ് തിരിച്ചു കൊണ്ടുവന്നു. ഛേ, സ്വന്തം അച്ഛനെ കൊല്ലാൻ പറയാൻ മാത്രം ഞാൻ അത്ര ഇറച്ചുവെട്ടുകാരനൊന്നുമല്ല. സത്യം പറഞ്ഞ ആ PR തുടക്കം മുതലേ എന്നെ എന്റെ ബിസിനസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ആദ്യമായിട്ട് അവനെ കൊല്ലാൻ വേണ്ടി എനിക്ക് ഒരാളെ കിട്ടിയത്. പക്ഷെ നീ അവന്റെ മകനായി പോയി. എന്ത് ചെയ്യാനാ? 20 വർഷം കഴിഞ്ഞ് കിട്ടിയ മകനല്ലേ നീ? നിന്നെ തീർത്താലോ? അവനെ തീർത്തതുപോലെ ആവില്ലേ? എന്താ പറയുന്നേ? സബാഷ് ദാസ്, സബാഷ് ദാസ്, ഞാനാരാ മോൻ? ദാസേ, അഡ്വാൻസ് തിരിച്ചു തന്നെങ്കിലും നീ തന്ന ഗണ്ണും ബുള്ളറ്റും ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ടാ. തീർക്കട്ടെടാ. ഉപയോഗിച്ചാൽ എന്താവോന്ന് കാണുമോ? ഞാൻ വെറുതെ പറഞ്ഞതാ, തമാശ കാണിക്കല്ലേ. ഞാൻ ഒരിക്കലും കാണിക്കില്ല. കണ്ടോടാ, സ്പീഡ് കണ്ടോടാ. ഇതാരുടെ രക്തവാ? PR-ന്റെ ടൈഗർ. എനിക്കൊരു സംശയം ബോസ്, നീ ഡാഡിയുടെ കൂടെ പോവോ അതോ ഈ ദാസിന്റെ കൂടെ തന്നെ നിൽക്കുവോ? ഞാൻ ആരുടെ അടുത്തും പോവില്ല. എന്റെ ജോലി ചെയ്യാൻ എനിക്കറിയാം. വലിച്ചു കിടക്കണം. അതുപോലെ അവനവന്റെ കാര്യം അവനവൻ തന്നെ നോക്കുന്നത് നല്ലത്. ഹലോ, കൺഗ്രാറ്റ്സ് PR സാറിന്റെ മോനെ. യു ആർ വെരി ലക്കി. അതെന്റെ ബാഡ് ലക്കാ. ഇപ്പൊ നീ ഫോൺ ചെയ്തില്ലേ, അതാ എന്റെ ലക്ക്. താങ്ക് യു. അന്ന് പറയണമെന്ന് വിചാരിച്ച വിഷയം എന്നാ ഇപ്പൊ പറയൂ, ഞാൻ എവിടെ വരണം? സെയിം പ്ലേസ്. ദേ വന്നു. TV5 ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം.
ടെക്നോളജി ഒക്കെ ഭയങ്കര ഡെവലപ്പ് ആയി പോയി. നമ്മൾ തന്നെ വെച്ച ബോംബ് പൊട്ടുന്നത് വീട്ടിലിരുന്ന് കാണാം. നീ കറക്റ്റ് ആയിട്ട് തന്നെയാണല്ലോ വെച്ചത്. ജീപ്പിന്റെ സെന്ററിലാ ബോംബ് വെച്ചത്. യാ, അത് എവിടെ വെച്ച് പൊട്ടിയാലും ആ തന്ത്രിയുടെ കാര്യം പോക്കാ. നീ എന്തിനു പണിയാ കാണിച്ചത്? ചാടി ഇറങ്ങി അതിനു മുമ്പ് വണ്ടി ബ്രേക്ക് ചെയ്തു. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ? വട്ടാണുള്ളത് എനിക്ക്. ഒന്നും പറ്റിയില്ലല്ലോ. പറ്റിയിരുന്നെങ്കിൽ? പറ്റിയില്ലല്ലോ. എന്റെ പേര് വൈറ്റ് രാമകൃഷ്ണൻ. നീറ്റ്നസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാണനാണ്. അറിഞ്ഞെങ്കിൽ ഞാൻ ഇടിച്ചു തരുത്തേനെ. വണ്ടിക്ക് ചെറിയ സ്ക്രാച്ച് വന്നപ്പോൾ തന്നെ ഞാൻ വിടത്തില്ല. വന്നില്ല. ഇയാൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നടാ? അവൻ പേടിച്ചു പോയി. പാവം പയ്യൻ. ഹായ്. ഹായ്. പെട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഞാൻ ആദ്യം പറയാൻ വന്നപ്പോ ഫൈറ്റ്, പിന്നെ ഞാൻ വന്നപ്പോ പ്രേമാലയത്തി വെച്ച് അച്ഛനുമായി. ഇന്നെനിക്ക് വേറെ ഒരു പണിയില്ല, ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഐ തിങ്ക് എനിക്കിഷ്ടം മലയാളമാ. മലയാളത്തിലാണെങ്കിൽ 124 മതി. 124 വെച്ച്? അതെ, ഇംഗ്ലീഷിലാണെങ്കിൽ 143 ഐ ലവ് യു. മലയാളത്തിൽ ഞാൻ നിന്നെ പ്രേമിക്കുന്നു. 124 അതുകൊണ്ടാ. അതെ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. എടാ ക്രാന്തി, നിന്റെ ഒരു യോഗം. അത് പറഞ്ഞിട്ട് ഒരു മിനിറ്റ്, ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് ആലോചിക്കട്ടെ. കൺഫേം അല്ലേ? കൺഫേം. മാറല്ലേ? പറഞ്ഞേ. 1 to 4. അപ്പൊ കൺഫേം. ഈശ്വര, ഇതെന്തോന്ന് കരിമഴയോ? ഞാനിപ്പോ ഡയറക്റ്റ് രാമകൃഷ്ണനായല്ലോ. എന്റെ മോപ്പട്, എന്റെ ബ്രെഡ്. ഇതെന്താ എന്റെ ചെയിൻ? അയ്യോ, ഇത് എന്റെ വണ്ടിയുടെ ചെയിനല്ലേ? TV5 ന്യൂസ് ബുള്ളറ്റിലേക്ക് അണ്ണാ, സ്വാഗതം. ന്യൂസ് തുടങ്ങി. ചാലക്കുടിയിൽ സിറ്റി സ്ക്വയർ മാളിന് മുമ്പിൽ ബോംബ് സ്ഫോടനം. ഈ ബോംബ് സ്ഫോടനത്തിൽ കുറഞ്ഞത് 10 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. മരിച്ചവരുടെ വിവരങ്ങളൊന്നും ഇതുവരെ വെളിവായിട്ടില്ല. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് എന്റെ പേര് വൈറ്റ് രാമകൃഷ്ണൻ. ഇപ്പോൾ ഞാൻ ഡാർക്ക്. എന്റെ പുതിയ മോപ്പിട് പോയി. കിട്ടിയത് ചെയിൻ മാത്രം. എന്നെ കൊല്ലാനായിട്ട് ആരാടാ ബോംബ് വെച്ചത്? എനിക്കറിയാം, ഈ പൈലറ്റ് ആക്കിയ. എങ്ങനെ പറയാ? ഹലോ, പോലീസ് സ്റ്റേഷൻ. ആരാ പോയത്? മുമ്പോട്ട് പോകുമ്പോ ഞാൻ അവളെ കൊന്നുകളയും. മുമ്പോട്ട് വരരുത്. കൊല്ലടാ, കൊല്ല്. ഇവളെനിക്ക് ആരാടാ? അത് ശരിയാണല്ലോ. എന്റെ മോളെ, നിന്റെ ജീവനും മാനവും രക്ഷപ്പെട്ടു. ഇവനാരാ? നല്ലവനാന്ന് തോന്നുന്നേ. നല്ലവനാ? ഈ സിറ്റിയിൽ ബോംബ് പൊട്ടാൻ കാരണം ഇവനാ. പകല സമയത്ത് പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചിട്ട് രാത്രി പോയി റേപ്പ് ചെയ്യും. സൈക്കോ ടെററിസ്റ്റ്. ജാഗ്രത. അവനിപ്പോ എങ്ങോട്ട് കൊണ്ടുപോവാ? അവന്റെ അമ്മായിയപ്പന്റെ വീട്ടിൽ കൊണ്ടുപോയതാ. ഇനി തിരിച്ചു വരുന്നില്ല.
എന്റെ ബൈക്ക് തിരിച്ചു വരത്തില്ല. നിങ്ങൾ പൊയ്ക്കോ.